ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് അവർക്ക് റിസൾട്ട് കിട്ടിയ നല്ല നല്ല ഹെയർ ഡേകൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതാണ് മിക്ക വീഡിയോകളിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം എല്ലാ ഹെയർ ഡേയും എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടെക്സ്ചറുകളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഹെയർ ഡേയും എല്ലാവർക്കും ഒരേ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ത്യയൊക്കെ അലർജി ഉണ്ടെങ്കിലൊക്കെ മസ്റ്റായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തേക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അലർജി ഉള്ളവർക്കും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു 4 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്പരത്തിപ്പൂ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. പനിക്കൂർക്കയുടെ ഇലയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ അളവിൽ തേയിലയാണ് കേട്ടോ. നമ്മുടെ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പഴയ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതോടെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ കടുക്കാപ്പൊടിയാണ് കേട്ടോ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് അങ്ങാടി കടയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ കടുക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ ഹെന്ന പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ഹെന്ന പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ മൈലാഞ്ചിയുടെ ഇല ചേർത്ത് അരച്ചെടുത്താലും മതി. അപ്പോൾ നമ്മളിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവിൽ നമ്മൾ കരിഞ്ജീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ മുടി നല്ലപോലെ ബ്ലാക്ക് കളർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ 1 സ്പൂൺ അളവിൽ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡറാണ് കേട്ടോ. അതായത് നമ്മുടെ നീലമരിയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വാങ്ങുന്ന ടൈമിൽ നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തെന്ന് വെച്ചിട്ട് നമ്മുടെ മുടിക്ക് യാതൊരുവിധ ഡാമേജൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കളർ ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരുപാട് നേരം ഒന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. തന്നെ ചിലർക്ക് ഇൻഡിഗോയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അലർജിയുടെ പ്രോബ്ലം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കി ചിലപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡേറ്റ് കഴിഞ്ഞ ഇൻഡിഗോയൊക്കെ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് അലർജിയുടെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അതുപോലെ ചിലരൊക്കെ ഇൻഡിഗോ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അലർജിയുടെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലർജിയുടെ പ്രോബ്ലം ഒക്കെ ഒരു പരിധിവരെയൊക്കെ നിങ്ങൾക്ക് തടയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിതിൽ പനിക്കൂർക്കയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജലദോഷം, തലനീരിറക്കം ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ഒരുപാട് സമയമൊന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരമാണ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡിഗോയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അധികം സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ.
നമുക്ക് തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ മുടി നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. മുടിയിലൊട്ട് എണ്ണമയൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങളിത് ഒരു 2 മണിക്കൂർ നേരമെങ്കിലും മുടിയിലൊന്ന് വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ ഇത് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പൂ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ എനിക്ക് ഹെയർ ഡേ പറഞ്ഞു തന്ന ആൻറ്റി ഹെന്നയും ഇൻഡിഗോയും 2 ദിവസമായിട്ട് അപ്ലൈ ചെയ്യായിരുന്നു കേട്ടോ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഹെന്ന അപ്ലൈ ചെയ്യും, അത് കഴിഞ്ഞ് അത് വാഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഇൻഡിഗോ അപ്ലൈ ചെയ്യും. അങ്ങനെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൻറ്റിക്ക് ഇൻഡിഗോ അലർജിയായി. അതുകൊണ്ട് പിന്നെ ആൻറ്റി കുറച്ച് ദിവസത്തേക്ക് ഇൻഡിഗോ ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ തലയൊക്കെ ഫുള്ള് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇൻഡിഗോ യൂസ് ചെയ്യുന്നത് നിർത്തി കേട്ടോ. അതിനുശേഷം കുറച്ച് നാൾ ഹെന്ന മാത്രം അപ്ലൈ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഹെന്ന മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, ആ ഒരു ചെമ്പിച്ച കളർ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷമാണ് ആൻറ്റി ഇതുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക്ക പൗഡറും ഹെന്ന പൗഡറും ഇൻഡിഗോയും ഒക്കെ ഇതുപോലെ മിക്സ് ചെയ്ത് പൂവും പനിക്കൂർക്കയൊക്കെ അരച്ച് ഇതിൽ മിക്സ് ചെയ്ത് ചേർത്ത് യൂസ് ചെയ്തതിന് ശേഷം ആൻറ്റിക്ക് ഇൻഡിഗോയുടെ അലർജിയുടെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ഇൻഡിഗോ അലർജി ഉള്ളവർക്കൊക്കെ ഇതുപോലെ ചിലപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അലർജിയുടെ പ്രോബ്ലം ഒക്കെ ഒരു പരിധിവരെ തടയാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഡേയും ഒരുപോലെ യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ ആൻറ്റിക്ക് ഇൻഡിഗോ അലർജി വന്നപ്പോൾ ഇതുപോലെ ചെയ്തപ്പോഴത്തേക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് എന്നോടത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്